ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇത് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, കാരണം ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വലിയൊരു ഗ്യാപ്പ് എടുത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് അപ്ഡേറ്റ്സുകൾ മിസ്സായി. ലാലേട്ടൻ്റെ നല്ല തുടരും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ ആ ടൈമിലൊക്കെ പറ്റിയില്ല, കാരണം നമ്മളെ ജോലി തിരക്കും കാര്യങ്ങളും കൊണ്ട് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഒരു ചെറിയ ബ്രേക്ക് എടുത്താണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ഇത് ഇങ്ങനൊരു ചാനലും ഇത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ അത് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഫ്രീ ടൈം കാണുമ്പം വീണ്ടും വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു മൂഡിലേക്ക് കയറേണ്ട ഒരു ഇതുണ്ട്. കാരണം ഞാൻ പിന്നെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ആ ഒരു വല്ല ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിരുന്നു. സോ നമുക്ക് വീണ്ടും എന്താ പറയുക, ആ ലെവലിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം. സോ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ലാലേട്ടൻ്റെ നമ്മളെന്താ പറയുക, ആ ഒരു 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 ഗ്രേ ഒരു ഡാർക്ക് പീരീഡിൽ നിന്ന് ലാലേട്ടൻ അങ്ങോട്ട് എന്താ പറയുക, ആസ് യൂഷ്വൽ എപ്പോഴും അദ്ദേഹം ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ എത്ര വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇതിന് പറ്റിയൊരാൾ. അല്ലെങ്കിൽ ഈ ഒരു ഒരു എത്ര ഒരു നമ്മൾ മുന്നേ പലരും പറഞ്ഞ പോലെ ഒരു 100 സിനിമ അദ്ദേഹത്തിനെ പരാജയപ്പെട്ടുള്ള 101ാമത്തെ സിനിമ നല്ലതാണെങ്കിൽ ഇങ്ങനെ ഒരു കംബാക്ക് നടത്താൻ പറ്റിയ ഒരു നടൻ ഒരു സിനിമയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ മലയാളത്തിൽ തന്നെ ഏത് ആക്ടർ എടുക്കുക, ഹിന്ദിയിൽ ഏത് ആക്ടർ എടുക്കുക, നമ്മളൊരു അത് എന്താ പറയുക, ഒരു മമ്മൂക്കൻ എക്സാമ്പിൾ എടുക്കുക. മമ്മൂക്കൻ്റെ ഒരു 10 സിനിമയ്ക്ക് അടുപ്പിച്ച് പൊട്ടിയാൽ നമ്മളെ മമ്മൂക്ക ആരാധകർക്ക് പോലും പിന്നെ ചിലപ്പോൾ അതിന് താല്പര്യം ഉണ്ടാവില്ല 11ാം സിനിമ കാണാൻ. അപ്പം ഈ ലാലേട്ടന് മാത്രമുള്ളൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ കാര്യം അതാണ്. അദ്ദേഹത്തിന് കാരണം അത് മേ ബി അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന അദ്ദേഹത്തിന് മുന്നത്തെ ക്യാരക്ടറുകളാണ്. കാരണം നമ്മളെ ചൈൽഡ്ഹുഡൊക്കെ ഇത്ര അടിപൊളിയാക്കിയിട്ട്, അതായത് നിങ്ങൾ ലാലേട്ടൻ്റെ ക്യാരക്ടേഴ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ലാലേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സാണ് നമ്മൾ സാധാരണക്കാരെ അല്ലെങ്കിൽ മലയാളികളുടെ നമുക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ, റെസൊനേറ്റ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്ത് ലാലേട്ടനാണ്. എല്ലാ ഭാവങ്ങളും എല്ലാ ഇമോഷൻസും ചെയ്ത ഒറ്റ ആക്ടർ ലാലേട്ടനാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആർക്കും കിട്ടാത്ത, ആർക്കും ഇല്ലാത്ത ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്ത ഒരു ആ ഒരു 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 എന്താ എന്താ പറയാൻ അറിയില്ല. കാരണം നമ്മൾ കൺമുന്നിൽ എപ്പോഴും എപ്പോഴും കാണുന്നതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വീണ്ടും എതിർക്കുന്നവർ ചെറിയൊരു മൂപ്പർക്ക് താഴ്ച വരുമ്പോൾ അദ്ദേഹത്തിനിട്ട് കല്ലെറിയും. പക്ഷേ അതിനൊക്കെ നമ്മൾ പറയില്ല, തിരിച്ചൊരു 100 മടങ്ങായിട്ട് അദ്ദേഹം തിരിച്ചു വരും. സോ അങ്ങനെ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് എന്താണെന്നുള്ള ഭയങ്കര വിട്ടു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്. സോ തുടരുന്ന് പറഞ്ഞ വലിയൊരു ഹിറ്റ് കഴിഞ്ഞ്, ഭയങ്കര ഹിറ്റ് കഴിഞ്ഞ്, പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മളെ അതിശയിപ്പിച്ച് എല്ലാവരെയും വായ അടപ്പിച്ച ഒരു സിനിമ വന്നിട്ട് ഇനി അടുത്തത് എന്താണ് നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. സോ അത് നമുക്ക് ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ ഈ വർഷം ലാലേട്ടൻ്റെയാണ്, ഇനി അങ്ങോട്ടുള്ള വർഷം ലാലേട്ടൻ്റെയാണ് എന്നുള്ള നമ്മുടെ ഫാൻസിൻ്റെ വിശ്വാസം പോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. അത് എന്തൊരു നല്ലൊരു അടിപൊളി സംഭവം ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. സത്യനന്ദിക്കാടിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒരു ചുമ്മാ ഒരു മൂവി ആയിരിക്കില്ല. അതിന് ട്രെയിലറും ടീച്ചറും കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു മൂവി. അതിനുശേഷം നമുക്ക് വേറൊരു സന്തോഷ വാർത്ത എന്താ വെച്ചാൽ ദൃശ്യം 3 വരുന്നുണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഇടയിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷയിൽ ഞാൻ വെച്ചിരിക്കുന്ന സിനിമയാണ് L365. നിങ്ങളെല്ലാവരും പോസ്റ്റർ കണ്ടു. ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മാത്രം ഇറങ്ങിയിട്ടുണ്ട്. ആസ്റ്റിൻ ഡാൻ തോമസ് എന്ന് പറഞ്ഞ ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം നമ്മളെ തല്ലുമാല എന്ന് പറഞ്ഞ സിനിമയിലും അങ്ങനെ 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ആക്ടറാണ്. സപ്പോർട്ടിങ് റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചില സിനിമയിലൊക്കെ. എന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ ഡെബ്യൂട്ടാണ്. അത് നമ്മുടെ ലാലേട്ടനെ വെച്ചിട്ട്. അതിൻ്റെ കൂടെ ആഷിഖ് ഉസ്മാൻ. എനിക്ക് നമുക്ക് ഭയങ്കര പ്രതീക്ഷ സിനിമയ്ക്ക് ഉണ്ടാവാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ലാലേട്ടൻ പുതുമുഖ സംവിധായകരുടെ കൂടെ നമ്മളെ ആഗ്രഹത്തിനൊത്തിട്ട് അദ്ദേഹം അവരുടെ കൂടെ വർക്ക് ചെയ്യാനാണ്. അതൊരു നമ്മൾ ഒരു സന്തോഷം. അതിൽ ആഷിഖ് ഉസ്മാൻ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ സിനിമ, അത് ആഷിഖ് ഉസ്മാൻ ഒന്നും ചുമ്മാ സിനിമ ചെയ്യുന്ന ആളല്ല. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല സിനിമകൾ മാത്രം ചെയ്യുന്ന പ്രൊഡ്യൂസറാണ്. സോ അദ്ദേഹത്തിൻ്റെ കൂടെ കൈകോർക്കുന്നുണ്ട്. പിന്നെ രതീഷ് രവി എന്ന് പറഞ്ഞ റൈറ്ററാണ്. നമ്മൾ ആ ഫോട്ടോ കണ്ടതാണ്, അവരെല്ലാം ഷെയർ ചെയ്തതാണ്. അപ്പം ഇതിൽ ആസ്റ്റിൻ ഡാൻ തോമസ് എന്ന് പറഞ്ഞ ഒരു ഡെബ്യൂ എന്ന് പറഞ്ഞത് ജസ്റ്റ് കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരാളെ സിനിമയിലാണ് വരുന്നത്. അപ്പോൾ ചുമ്മാ അദ്ദേഹം വരില്ല. അദ്ദേഹം ചുമ്മാ അങ്ങനെ നമുക്കറിയാം ഒരുപാട് ബേസിൽ ജോസഫും ജൂഡ് ആൻ്റണി ജോസഫും അടക്കം ഒരുപാട് തെളിയിച്ച ഡയറക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരുപാട് കാലമായിട്ട് നടക്കുന്നുണ്ട്, ലാലേട്ടൻ്റെ പിന്നാലെ. അത് അവർക്ക് പോലും ഇതുവരെ ഒരു ഡേറ്റ് കൊടുക്കാതെ ലാലേട്ടൻ ഇങ്ങനെ ആൾക്ക് കൊടുക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഉറപ്പായിട്ടും. രതീഷ് രവി എന്ന് പറഞ്ഞ റൈറ്റർ നമ്മുടെ ഇഷ്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴ ജിങ്കാനൊക്കെ അദ്ദേഹമാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം ചില മോശം സിനിമകളും ചെയ്തിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും ഇപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്. ആ ഒരു പറഞ്ഞില്ല, ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷ ഉണ്ട്. പിന്നെ നമ്മുടെ മുമ്പിൽ ആകെ എത്തിയത് ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ
ഒരു യൂണിഫോം, അതായത് ഒരു പോലീസുകാരൻ്റെ യൂണിഫോമും ഒരു ബാത്റൂമിൽ വെച്ചിട്ടുണ്ട്, ഒരു ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് നമുക്ക് ആ സിനിമയെ കുറിച്ച് അറിയാവുന്നത്. പിന്നെ പേരിട്ടിട്ടില്ല, അങ്ങനെ കിടക്കട്ടെ. കാരണം L360 എന്ന് പറഞ്ഞ് വന്ന പിന്നീട് പേരിട്ട തുടരും മഹാവിജയമായി. സോ ഈ സിനിമയും അങ്ങനെ പിന്നീട് പേരിടട്ടെ, അത് അത് അങ്ങനെ കിടക്കട്ടെ അങ്ങനെ തന്നെ. ബട്ട് ഈ സിനിമ എനിക്ക് ഭയങ്കര പ്രതീക്ഷ. ഒന്ന് ലാലേട്ടൻ്റെ ഈ പറഞ്ഞ കോമ്പിനേഷനുകൾക്ക് അപ്പുറം ലാലേട്ടൻ ഒരു പോലീസ് റോൾ ചെയ്യുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ലാലേട്ടൻ ഒരു പോലീസ് റോൾ ചെയ്യുന്നു. അതും ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ, ഇങ്ങനെ ഒരു യങ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ പോസ്റ്ററിൽ ആ ഹാങ് ചെയ്തിരിക്കുന്ന ഒരു എസ്ഐയുടെ തോളത്ത് 2 സ്റ്റാർ കാണുമ്പോൾ നമുക്കറിയാം അതൊരു എസ്ഐയുടെ യൂണിഫോമാണ്. അപ്പം ഞാൻ ഈ ഒരു പോസ്റ്റർ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ഞാൻ റിസർച്ച് ചെയ്ത് എത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് ഷെയർ ചെയ്യാണ്. കാരണം ഇതൊരു കോമഡി ത്രില്ലർ മൂവിയാണ്. അതായത് കോമഡി മൂവിയല്ല, ഭയങ്കര ത്രില്ലറായിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള, സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സിനിമ. പക്ഷേ അതിൽ കോമഡിയുടെ നർമ്മത്തിൻ്റെ എലമെൻ്റ് അവിടെ എടുക്കി വെച്ചുകൊണ്ടാണ് സിനിമ ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. വേറെ നമുക്ക് ഒരു ഒരു കാസ്റ്റും ക്രൂ ഒന്നും നമുക്കല്ല. ക്രൂ നമുക്ക് ഇതറിയാം, ബട്ട് ബാക്കി ആരൊക്കെയാണ് അഭിനയിക്കുന്നത് ഒന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഈ സിനിമയ്ക്കുള്ളത്. കാരണം ലാലേട്ടൻ പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പം പിന്നെ നമ്മളൊരു ലോജിക്കലി ചിന്തിക്കുമ്പം ഈ ഒരു ഹാങ് ചെയ്തിരിക്കുന്ന, അതായത് ഒരു വേക്കൻ്റ് ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കാണുമ്പം നമുക്കതൊന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മേ ബി ഒരു ആക്റ്റീവ് കോപ്പ് ആയിരിക്കില്ല. മേ ബി എന്താ പറയുക, റിട്ടയർ ചെയ്തിട്ടുണ്ടാവില്ല. മേ ബി ഒരു സസ്പെൻഷനിലോ എന്തിലോ ഇരിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാം ലാലേട്ടൻ ചെയ്യുന്നത്. മാത്രമല്ല മേ ബി നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ശരീരത്തിന് ഭയങ്കര ഫിറ്റായിരിക്കും ആ ഒരു യൂണിഫോം കാര്യങ്ങൾ, ഭയങ്കര ആഗ്രഹമുണ്ട് അത് കാണാൻ. എന്നാലും മേ ബി ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു റൈറ്റർ ഇങ്ങനെ ഒരു ആൾക്കാരെ കൂടെ ലാലേട്ടൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിനുണ്ടാവും. ഇതുവരെ ചെയ്ത സിനിമ പോലീസ് ക്യാരക്ടർ ആയിരിക്കില്ല. സോ എനിക്ക് മനസ്സിലാക്കാൻ ഒരു കോമഡിയിൽ പറയുന്ന ഒരു ഭയങ്കര സസ്പെൻസും ത്രില്ലിംഗ് ആയിട്ട് എലമെൻ്റുള്ള സിനിമയാണ്. സോ എനിക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല, ആ സിനിമയുടെ ആ ഒരു തോട്ട്, ആ സിനിമയുടെ ഒരു കണ്ടൻറ്റ് കേൾക്കുമ്പോൾ തന്നെ, അതിനെപ്പറ്റി അറിയുമ്പോൾ തന്നെ ആ സിനിമ എന്താ പറയുക, കാണാനുള്ള ആഗ്രഹം കൂടുതൽ. ലാലേട്ടൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോഴുള്ള ആ ഒരു ഇത് കാണാനായി. കാരണം ആ പോസ്റ്റർ ഞാനൊന്ന് ജസ്റ്റ് എന്താ പറയുക, അതൊന്ന് കിട്ടിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. കാരണം ഇമോഷണലി ചില ബാഗേജുകളൊക്കെ ഉള്ള ഒരു കോപ്പ്, അദ്ദേഹത്തിൻ്റെ സർവീസിലിരിക്കുമ്പം മുമ്പ് എന്തെങ്കിലും നടന്ന പ്രശ്നങ്ങൾ, അതിനെ തുടർന്നുണ്ടായ സസ്പെൻഷൻ, എന്നാൽ ഒരു ഓൺഗോയിങ് എന്താ പറയുക നമ്മൾ ചിലപ്പം കേട്ട ആ ഒരു കഥാ പശ്ചാത്തലമായിരിക്കാം, പക്ഷേ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് എസ്പെഷ്യലി ലാലേട്ടൻ ഈ റോളിലേക്ക് വരുമ്പോൾ എനിക്കതാണ്, ലാലേട്ടൻ അങ്ങനെ ഒരു റോളിൽ, ഈ പോലീസ് സ്റ്റേഷനിൽ ആ ഒരു റോളിൽ കാണാനുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്. സോ എനിക്ക് നമ്മൾ അപ്കമിങ് ആയിട്ട് ലാലേട്ടൻ വെയിറ്റ് ചെയ്യുന്ന സിനിമകളിൽ എനിക്ക് ഏറ്റവും ദൃശ്യം 3 ഓഫ് കോഴ്സ് ഉണ്ട്. എന്നാൽ എനിക്ക് ഈ ഒരു സിനിമയ്ക്ക് ഒരു കുറച്ച് കൂടുതലായിട്ട് അധികമായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ക്രൂ ഉണ്ട്. അതിന് കാരണം ലാലേട്ടൻ ഈ ഒരു റോളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഇത് കാണാനുള്ള ഒരുപാട് ആളുകൾക്ക് ശേഷം, ഇത് ബാബ കല്യാണിക്ക് ശേഷം ലാലേട്ടൻ, എനിക്കറിയില്ല ഞാൻ റോങ് ആണോ, ബട്ട് ബാബ കല്യാണൻ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പോലീസ് റോള് ലാലേട്ടൻ്റെ. സോ ഇതൊരു മേ ബി ഭയങ്കര സെറ്റിലായിട്ടുള്ള ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പറയുന്ന ഒരു കഥ ഈ ഒരു ക്രൂവിൻ്റെ കൂടെ ലാലേട്ടൻ വരുമ്പോൾ അതൊരു ഗംഭീര സംഭവമായിരിക്കും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ ഒരു അപ്ഡേറ്റും വേറെ വന്നിട്ടില്ല. ഇതൊന്നും ഇനി അതിൻ്റെ ഒരു പൂജ, അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇൻഫർമേഷനൊക്കെ ഉടനെ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉടനെ വരുന്നതാണ് എന്തായാലും. സോ ഇൻഫർമേഷൻ വരുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. സോ സപ്പോർട്ട് ചെയ്യാം. ഇനിയും തുടർന്ന് വീഡിയോ ചെയ്യും. ഇങ്ങനത്തെ ഒരുപാട് അധികം ആൾക്കാർ നമുക്ക് പരിചയമില്ലാത്ത ഇൻഫർമേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ കേൾക്കാത്ത ന്യൂസുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.